ദേശീയ അവാർഡ് കിട്ടിയതിന് എന്നെ അഭിനന്ദിക്കാൻ വന്നതല്ലെന്നറിയാം. എന്താ ശരിക്കുള്ള കാര്യം? പെട്ടെന്ന് പറ. സത്യം പറയാനല്ലോ, റഫീഖ് സാർ ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? ആ, അടുത്ത മാസം ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് ചെന്നൈയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനൊരു അലക്സാണ് തിരക്കഥയും സംവിധാനം. ഉഗ്രനൊരു ക്യാരക്ടർ. 12 ദിവസം മതി, വന്നൊന്ന് അഭിനയിച്ചു തരണം. സൗകര്യപ്പെടില്ല. പതിവ് പോലെ സാറിന്റെ നായകൻ രായപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ റഫീഖ് സാറേ, സരോജ് സാർ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. അതേ പഴയ ആളല്ല, സ്റ്റണ്ട് ചെയ്ത് നടു ഒടിഞ്ഞിരിക്കല്ലേ. പടങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. റഫീഖ് സാറേ, റഫീഖ് സാറേ, റഫീഖ് സാറേ, രാജപ്പന്റെ കഥാപാത്രത്തെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്താനും ആള് ഭയങ്കരനാണെന്ന് പറയാനും കുറച്ച് ഏഴാം കൂലികൾ ചുറ്റും വേണം. അതിലൊന്നും ഞാൻ. മറ്റേതാരൊക്കെയാ? അയ്യോ സാറേ, ഇത് കഥ വേറെയാ. എന്നെ കിട്ടില്ല. പറയുന്ന കാശ് തരാം. എന്നെ ഒഴിവാക്കിയാൽ പറയുന്ന കാശ് ഞാൻ അങ്ങോട്ട് തരാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് കലി കയറും. പിന്നെ ഒന്നിച്ചുള്ള അഭിനയം ആളെ വിട് സാറേ.